ഞാനേ ഇന്ന് ഇച്ചിരി ഇഞ്ചി ഒന്ന് കൃഷി ചെയ്തു. ഒരു മൂട് ഞാനൊന്ന് നട്ടിട്ടുണ്ട്. ഇതാ കണ്ടോ, ബാക്കി ഞാൻ അടുത്ത് നടാനായിട്ട് ഞാനിതാ എടുത്ത് വച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതാ പൊടിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു പീസ് ഇഞ്ചി നമുക്ക് ഒന്ന് നട്ടാൽ മതി. ഇഷ്ടം പോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കായ്ച്ച് കിട്ടും. ഒരു 1/4 കിലോ ഇഞ്ചി വാങ്ങുന്നെന്നുണ്ടെങ്കിൽ ഒരു 60 രൂപയൊക്കെ കൊടുക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പീസ് എടുത്ത് നട്ടാൽ മതി. ഇതുപോലെ ഇഞ്ചി നല്ല കാട് പോലെ വളർന്നു കിട്ടും. നല്ല ഇഞ്ചി നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഇതാണ്ടോ, ഞാൻ ഒന്ന് നട്ടു പൊടിച്ച് വന്നിട്ടുണ്ട്. അടുത്ത ഒരു അഴുകിയതായാലും കുഴപ്പമില്ല, നമ്മൾ എടുത്ത് കളയുന്ന ഇഞ്ചി ഒന്ന് വെറുതെ മണ്ണിലൊന്ന് കുഴിച്ചിട്ടിരുന്നാൽ മതി. അത് നല്ലവണ്ണം പൊടിച്ച് ഇതുപോലെ കിട്ടും. ഇതാണ്ടോ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇഞ്ചി കിട്ടുവാണെങ്കിൽ ഒരു പീസ് എടുത്ത് നട്ടാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി ഇതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് മട്ടിപ്പഴത്തിൻ്റെ വാഴയാണ്. ഇത് മട്ടിപ്പഴമാണ്. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഇത് കായ്ക്കും. ചെറിയ കുറ്റല വന്നിട്ടുണ്ട്. അതിൽ മട്ടിപ്പഴം വലിയ പാടാണ് അതൊന്ന് നമുക്ക് വച്ച് പിടിപ്പിച്ചെടുക്കാനായിട്ട്. കണ്ടോ, അതിന് ചെറിയ കന്നുകളും വന്നിട്ടുണ്ട്. ഇത് തമിഴ്നാട് പോയപ്പോൾ നമുക്ക് ഒരു കന്ന്, അതായത് വാഴയുടെ തൈ കിട്ടിയതാണ്. അത് കൊണ്ടുവന്ന് നട്ടതാണ്. ഇത്രയും പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഏകദേശം കുലയ്ക്കും. അപ്പോൾ ഞങ്ങൾ അതെങ്ങനെയാണ് നടുന്ന രീതിയെല്ലാം ഞങ്ങൾ തമിഴ്നാട്ടിൽ അവരോട് ചോദിച്ചിട്ടാണ് ഇത് വാങ്ങി കൊണ്ടുവന്നത്. കണ്ടു, 2-3 കന്ന് എന്നാണ് അത് പറയുന്നത്. തയ്യെ പറയുന്ന കന്നെന്നാണ്. അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി നടാം. മട്ടിപ്പഴം കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങാൻ കിട്ടത്തില്ല. തമിഴ്നാട്ടിലാണ് ഇത് കൂടുതലും ഉള്ളത്. അങ്ങനെ തമിഴ്നാട് വരെ പോയി ഇതിൻ്റെ ഒരു കുഞ്ഞു തൈ വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് പോയതല്ല, വേറെ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു കന്ന് അല്ലെങ്കിൽ ഒരു വാഴയുടെ തൈ കിട്ടി. അപ്പോൾ അതുകൂടെ ഒന്ന് നട്ടിട്ടുണ്ട്. കുലയ്ക്കാറായിട്ടുണ്ട്. കുറ്റല വന്നിട്ടുണ്ട്. അത് അവർ പറഞ്ഞു 3 മാസം വേണ്ട, 2.5 മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഈ വാഴ കൊലയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞ് കായാണ്. മട്ടിപ്പഴം എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് ഈ മട്ടിപ്പഴം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു മട്ടി വാഴയും കിട്ടിയിട്ടുണ്ട്. അത് നട്ടു. 3 ചെറിയ കുഞ്ഞുങ്ങളും അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള, ഇനിയിപ്പോൾ ഈ ആൾക്കാർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ തൈകൾ അവർക്ക് വേണമെന്ന്. അപ്പോൾ 1-2 കൊടുക്കാം, ബാക്കി നമുക്ക് ഇളക്കി മാറ്റി നടാമെന്ന് വിചാരിച്ച് നട്ടേക്കുവാണ്. അപ്പോൾ ഇതാണ് മട്ടിപ്പഴത്തിൻ്റെ വാഴ. ഇതാണ്ടോ, പെട്ടെന്ന് തന്നെ കൊലയ്ക്കുന്നതാണ്. ഇതാണ്ടോ കുറ്റല വന്നത്. ഇതാണ് കുറ്റല എന്ന് പറയുന്നത്. ഈ സംഭവമാണ് കുറ്റല എന്ന് പറയുന്നത്. അത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് മട്ടി വാഴയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബൈ.